യൂറോകപ്പ് ഗ്രൂപ്പ് എയിലെ പോരാട്ടം സമനിലയോടെ അവസാനിപ്പിച്ച ജർമ്മനി. സ്വിറ്റ്സർലാൻഡിനെതിരായി നടന്ന മത്സരത്തിൽ അവസാന നിമിഷം നേടിയ ഗോളിലാണ് ജർമ്മനി സമനില സ്വന്തമാക്കിയത്. സമനിലയോടെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനം ഉറപ്പിച്ച സ്വിറ്റ്സർലാൻഡ് പ്രീ ക്വാർട്ടർ യോഗ്യതയും ഉറപ്പാക്കി. അനായാസം മൂന്നാം വിജയവും സ്വന്തമാക്കി ഗ്രൂപ്പ് പോരാട്ടങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതിയ ജർമ്മനിക്ക് പിഴച്ചു. സ്വിറ്റ്സർലാൻഡിനെതിരായ മത്സരത്തിൽ അവസാന മിനിറ്റിൽ നേടിയ ഗോളിലാണ് ജർമ്മനി പരാജയം ഒഴിവാക്കിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചാണ് കളിച്ചത്. നിരവധി അവസരങ്ങളാണ് ഇരു ടീമിന്റെയും ഗോൾമുഖം വരെയെത്തി തിരിച്ചുപോയത്. 28-ാം മിനിറ്റിൽ ഡാൻ എൻഡോയ് നേടിയ ഗോളിലൂടെയാണ് സ്വിറ്റ്സർലാൻഡ് ലീഡ് നേടിയത്. പ്രതിരോധത്തിൽ ജർമ്മനി വരുത്തിയ പിഴവാണ് സ്വിറ്റ്സർലാൻഡിന്റെ ഗോളിലേക്ക് നയിച്ചത്. ജർമ്മൻ പ്രതിരോധത്തെ മറികടന്ന് ഓടിയെത്തിയ എൻഡോയ്ക്ക് ഉയർന്നെത്തിയ പന്തിൽ വലതുകാൽ വെച്ചുകൊടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. കീപ്പർക്ക് ഒരു സാധ്യതയും നൽകാതെ പന്ത് വലയിലേക്ക്. ആദ്യ പകുതിയിൽ പന്തിൽ കൂടുതൽ ആധിപത്യം പുലർത്തിയതും ഷോട്ടുകൾ കൂടുതൽ ഉതിർത്തതും ജർമ്മനിയായിരുന്നു. പക്ഷേ ഗോൾ മാത്രം അകന്നു നിന്നു. ഒടുവിൽ രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു ജർമ്മനിക്ക് ജീവശ്വാസം നൽകിയ ഗോൾ പിറന്നത്. നിക്കോളാസ് ഫുൾക്രജിന്റെ മനോഹരമായ ഹെഡറിൽ ജർമ്മനി സമനില പിടിച്ചു. ഡേവിഡ് റോം നൽകിയ ക്രോസിൽ നിന്നായിരുന്നു ഗോൾ. മത്സരം സമനിലയായെങ്കിലും ജർമ്മനി തന്നെ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. രണ്ടാം സ്ഥാനം ഉറപ്പിച്ച സ്വിറ്റ്സർലാൻഡ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. സ്വിറ്റ്സർലാൻഡിനെതിരായ മത്സരത്തോടെ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗോൾ കീപ്പറായ താരമെന്ന റെക്കോർഡും മാനുവൽ ന്യൂയർ സ്വന്തം പേരിൽ കുറിച്ചു. സ്പോർട്സ് ഡെസ്ക്, ജനം.